എന്താണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി? ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബിസിനസ് ഫോർമാറ്റ് ആണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? വലിയ നിക്ഷേപം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെയാണ് ഈ ഫോർമാറ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഗുണങ്ങൾ? പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും നമുക്ക് പണം സമാഹരിക്കാനായിട്ട് സാധിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് കൂടുതൽ വിശ്വാസ്യതയും പ്രതിച്ഛായയും ഉണ്ടായിരിക്കും. മൂലധനം എളുപ്പത്തിൽ കൂട്ടാനായിട്ട് വളരെ ഈസിയാണ്. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് എന്ന് നോക്കാം. വളരെയധികം കംപ്ലൈൻസ് ഫോർമാലിറ്റികൾ ഉണ്ട്. ഓഡിറ്റിംഗ്, റിപ്പോർട്ടിംഗ് ഇതെല്ലാം നിർബന്ധമാണ്. ഒരു വലിയ ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്വിക്ക് ഡിസിഷൻസ് പലപ്പോഴും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണ് മറ്റ് ടെക്നിക്കൽ കാര്യങ്ങൾ? 3 ഡയറക്ടേഴ്സ് മാൻഡേറ്ററി ആണ്. ഇത് മാത്രമല്ല 7 ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും ചുരുങ്ങിയതുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും പലപ്പോഴും സെബി അല്ലെങ്കിൽ RBI പോലെയുള്ള റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയന്ത്രണങ്ങൾ കൂടി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്കുള്ള ഒരു ബിസിനസ് ഫോർമാറ്റ് ആണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നുള്ളത്. ഇപ്പോൾ വളരെ ചെറിയ ബിസിനസ്സുകൾക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ ഫിനാൻഷ്യൽ എക്സ്പെർട്ടുകളെ വെർച്വൽ CFO ആയി നിയമിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്.